ഇറാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് നേരെ യാതൊരു ലജ്ജയുമില്ലാതെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണത്തിന് ഇന്ന് ഒരാഴ്ച തികയുന്നു. ഈ ഒരാഴ്ച തികയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ആക്രമണത്തിലുടനീളം ഈ രണ്ട് രാജ്യങ്ങൾ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രണ്ട് രാജ്യങ്ങൾ, അതിൻ്റെ യാതൊരു മനുഷ്യത്വമില്ലാത്ത അതിൻ്റെ രണ്ട് നേതാക്കന്മാർ, അതായത് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും, ഇവർ കൂടി ചേർന്നുകൊണ്ട് ഇറാനിലെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ആക്രമിച്ച് കുട്ടികളെ കൊല്ലുന്നതും, അതുപോലെ ഇന്ത്യയിൽ നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇറാനിയൻ കപ്പൽ ശ്രീലങ്കൻ തീരത്തിനടുത്ത് വെച്ചിട്ട് IRIS ദേന എന്ന ആ ഇറാനിയൻ യുദ്ധക്കപ്പൽ അത് ഇന്ത്യയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിൽ വന്ന് വിശാഖപട്ടണത്ത് നാവികാഭ്യാസങ്ങൾ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോവുകയായിരുന്നു. ആ തിരിച്ചു പോകുന്ന കപ്പൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അതിനെ അന്തർവാഹിനി ഉപയോഗിച്ച് തകർക്കുക, നൂറുകണക്കിന് നാവികർ മരണപ്പെടുക. ഇതൊന്നും അന്താരാഷ്ട്ര യുദ്ധചരിത്രത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ മാത്രം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റാരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതുപോലുള്ള ഏകാധിപതികൾ, ഇപ്പോൾ ഈദി അമീനോ അഡോൾഫ് ഹിറ്റ്ലറോ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ചെയ്യുന്നതും. അത് വലിയ കാര്യങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 7 ദിവസം യുദ്ധം പിന്നിടുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അതേസമയം തന്നെ ഈ നാളിതുവരെ ഇറാൻ എന്ന ഒരേ ഒരു രാഷ്ട്രം ഈ പറയുന്ന ശക്തികൾക്കെല്ലാം എതിരായി ഇസ്രായേലും US നയിക്കുന്ന ഈ ശക്തികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ അതിന് താവളങ്ങനെ അനുവദിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങളുണ്ട്. അവരെല്ലാവരും ഇറാനെ കുറിച്ച്, ഇറാൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്നതല്ലാതെ ഈ ആക്രമണങ്ങൾ എങ്ങനെ തുടങ്ങി വെച്ചു, എത്ര നീതിരഹിതമായ നടപടികളാണ് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യങ്ങൾ പറയുന്നില്ല. ആയത്തുള്ള ഖൊമൈനിയുടെ മരണം ഉണ്ടാവുന്നു. ഒരു രാഷ്ട്രത്തലവൻ്റെ മരണത്തിൽ അനുശോചിക്കാൻ പോലും ഭയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ നമ്മൾ കാണുന്നു. ഈ കപ്പൽ ഛേദമുണ്ടായിട്ട് അതിനെയും തുറന്ന് അവലോപിക്കാൻ മടികാട്ടുന്ന അവസ്ഥയാണ് എന്നുള്ളത്. അപ്പോൾ ഈ യുദ്ധം 7 ദിവസം തെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇറാൻ ഒരു കരയുദ്ധത്തിലൂടെ ആക്രമിച്ച് കീഴടക്കാൻ ഒരിക്കലും US-നോ അല്ലെങ്കിൽ ഇസ്രായേലിനോ സാധ്യമാവുകയില്ല. അതിനാൽ തന്നെ ഇറാനെ കീഴടക്കുക എന്നുള്ളത് അവർക്ക് അസാധ്യമായ കാര്യവുമാണ്. പിന്നെ ഈ വ്യോമയുദ്ധം എത്ര കാലത്തോളം നീണ്ടു നിൽക്കുന്നോ അത്രയും ക്ഷതം സംഭവിക്കാൻ പോകുന്നത്, ഇറാന് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ക്ഷതം സംഭവിക്കാൻ പോകുന്നത് US-നും അതുപോലെ തന്നെ ഇസ്രായേലിനുമാണ്. അത് എത്ര ദിവസം വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി ഇപ്പോൾ ഉയർന്ന ചോദ്യം. അല്ലാതെ ഇറാനെ കീഴടക്കി ട്രംപിൻ്റെ ഭാവയെ അവിടെ ഭരണത്തിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശം ഇറാനിലെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് നമ്മളിന്ന് കാണുന്നത്. ഈ യുദ്ധത്തിൽ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ലോക രാഷ്ട്രങ്ങളുടെ സംഘടനകൾ ഒക്കെ വളരെ നിസ്സഹായരായി നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു അമേരിക്കൻ അടിമ ലോകക്രമം സ്ഥാപിക്കുവാനായുള്ള ട്രംപിൻ്റെയും ഈ നെതന്യാഹുവിൻ്റെയും ശ്രമത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇറാൻ യുദ്ധം. ഇറാൻ ഏകപക്ഷീയമായി തന്നെ ഗൾഫിലെ മറ്റു സുഹൃത്ത് രാഷ്ട്രങ്ങളെ ആക്രമിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് അവരെ അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ അവിടെ നിന്ന് ഇനിയും അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചടിക്കാനും തീർച്ചയായും ഇറാൻ സന്നദ്ധമാണ്. അങ്ങനെ ഏകപക്ഷീയമായി ഇപ്പോൾ ഇറാൻ ആക്രമിക്കില്ല എന്ന് പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ UAE-യും ഖത്തറും അതുപോലെ തന്നെ ഒമാനും എല്ലാം തന്നെ വലിയ ആശ്വാസത്തോടുകൂടിയാണ് കേൾക്കുന്നത്. ഇപ്പോൾ യുദ്ധം നടന്നിട്ട്
യുദ്ധത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചെന്ന് യുദ്ധം ചെയ്യാനൊന്നും ഇറാന് സാധ്യമല്ല. അവിടെ ഒരു നേരിട്ടുള്ള ആക്രമണം നടത്തുക എന്ന് വെച്ചാൽ ഇറാനെ പോലെ ഇത്രയും ദൂരെ കിടക്കുന്ന രാജ്യത്തിന്, ഇത്രയും കുറഞ്ഞ വിഭവങ്ങളുടെ രാജ്യത്തിന് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കകത്ത് ആക്രമണങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതേസമയം അമേരിക്കയ്ക്ക് ബേസ് കൊടുക്കുന്ന സമയത്ത് അമേരിക്കക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ചുകൊണ്ട് ആ മേഖലയിൽ അശാന്തി സൃഷ്ടിക്കുമ്പോൾ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം അമേരിക്ക കൊടുക്കുന്ന ഒരു താവളത്തിലൂടെ മറ്റൊരു രാജ്യത്തേക്ക് ഒരു ആക്രമണം അമേരിക്ക നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്കായിരിക്കും. അതിപ്പോൾ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. അതിനാൽ ഇത് ഭാവിയിലുള്ളൊരു ലോകക്രമത്തിൽ ഇത്തരം താവളങ്ങൾ അനുവദിക്കുന്നതിനെതിരായിട്ട് ആ രാജ്യങ്ങളിൽ വലിയ ജനവികാരം ഉണ്ടാക്കും. ഈ യുദ്ധം യഥാർത്ഥത്തിലൊരു പുതിയ ലോകക്രമത്തിലേക്ക് എത്തിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. ഇസ്രായേലിനെയും അമേരിക്കയും പോലുള്ള യുദ്ധക്കൊതി മൂത്ത രാജ്യങ്ങളുടെ യുദ്ധക്കൊതിക്ക് ഒരു അവസാനമാക്കുന്ന യുദ്ധമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.